ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് രാജസ്ഥാനിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ നിന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പങ്കെടുക്കും. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന സർക്കാർ നയത്തിന്റെ ഫലമാണ് കരുതലും കൈത്താങ്ങും അദാലത്തെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആരോപണമുയർന്ന കോഴിക്കോട് കൊടുവള്ളിയിലെ സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഡോക്ടർ BR അംബേദ്കറെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തെ തുടർന്നുള്ള പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും സഭാ നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. പാർലമെന്റിന് പുറത്തേക്കും ഭരണ പ്രതിപക്ഷ പ്രതിഷേധം വ്യാപിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ അംബേദ്കർ വിഷയത്തെ തുടർന്നുണ്ടായ പ്രതിഷേധ സമരത്തിനിടെ BJP MPമാരെ കോൺഗ്രസ് അംഗങ്ങൾ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ച് BJP പ്രവർത്തകർ തിരുവനന്തപുരത്ത് പ്രതിഷേധിച്ചു. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പ്രകടനമായി എത്തിയ BJP പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധ സമ്മേളനം നടത്തി. കേന്ദ്ര ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ നിന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പങ്കെടുക്കും. രാജസ്ഥാനിലെ ജയ്സാൽമറിൽ നടക്കുന്ന യോഗത്തിൽ നവീകരണം, നിക്ഷേപം, തൊഴിലവസരങ്ങൾ എന്നിവയിലെ നയങ്ങൾ ചർച്ചയാകും. തുടർച്ചയായ 8ാം തവണയാണ് ശ്രീമതി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക. പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരം. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായതായി ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അറിയിച്ചു. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്. എംപോക്സ് സ്ഥിരീകരിച്ച് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് ആരോഗ്യവകുപ്പ്. UAEയിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശിയുടെ റൂട്ട് മാപ്പ് ജില്ലാ ആരോഗ്യവകുപ്പ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. രോഗം സ്ഥിരീകരിച്ച മറ്റൊരാൾ വയനാട് സ്വദേശിയാണ്. എംപോക്സ് രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടു. 7 ദിനരാത്രങ്ങൾ തിരുവനന്തപുരം നഗരത്തിലെ ചലച്ചിത്ര ആസ്വാദകരുടെ പറുദീസയാക്കി മാറ്റിയ 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയ്ക്ക് ഇന്ന് സമാപനം. വൈകിട്ട് 6-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. സംവിധായിക പായൽ കപാഡിയയ്ക്ക് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. 12ാമത് സർഗാലയ അന്താരാഷ്ട്ര കരകൌശല മേളയ്ക്ക് കോഴിക്കോട് ഇരിങ്ങലിൽ ഇന്ന് തുടക്കമാകും. മറ്റന്നാൾ വൈകിട്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. 15 രാജ്യങ്ങളിലെ 200-ലധികം കലാപ്രവർത്തകർ ഒത്തുചേരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. പരമ്പരാഗത സങ്കേതങ്ങൾ ഉപയോഗിച്ചൊരുക്കുന്ന ആൻലൂം, കളരി, സുഗന്ധവിജ്ഞാനം, മുള, മരത്തടി, കളിമൺ, അറബിക് കാലിഗ്രഫി, തെയ്യഗ്രാമങ്ങൾ എന്നിവ ഇത്തവണത്തെ മേളയുടെ സവിശേഷതയാണ്. സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ സഹായത്തോടെ നടത്തുന്ന ഇന്ത്യൻ ഫോക്ക് ഡാൻസ് ഫെസ്റ്റിവലിൽ മിക്ക സംസ്ഥാനത്തു നിന്നുള്ള സംഘങ്ങളെത്തും. പാറക്കെട്ടുകൾക്ക് കീഴെ ജലാശയത്തിലൊരുങ്ങുന്ന സ്വപ്നതുല്യമായ വേദിയിൽ കലാകാരന്മാർ ആഘോഷരാവുകൾ തീർക്കും. വൈവിധ്യമേറിയ റൈഡുകളും കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെയുള്ള ഗെയിം, എന്റർടൈൻമെന്റ് സോണുകൾ, സാഹസികർക്കായി ഓൾ ടെറൈൻ വെഹിക്കിൾസ് തുടങ്ങി വിനോദ പ്രാധാന്യമുള്ള നിരവധി പുതുമകൾ ഈ വർഷത്തെ മേളയുടെ ഭാഗമാണ്. ഇടുക്കി കട്ടപ്പനയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കി. കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബുവിനെയാണ് ബാങ്കിന് മുന്നിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് വിവരം. സംഭവത്തിൽ പ്രതിഷേധിച്ച് കട്ടപ്പനയിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി വരെ കോൺഗ്രസും BJPയും ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 8ാമത് പതിപ്പ് അടുത്ത മാസം നടക്കും. പരിപാടിയിൽ പങ്കെടുക്കാൻ MyGov പോർട്ടലിൽ ജനുവരി 14 വരെ അപേക്ഷിക്കാം. പിരിമുറുക്കമില്ലാതെ അനായാസം പരീക്ഷാകാലത്തെ നേരിടുന്നതിന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച. കണ്ണൂർ ജവഹർ ലൈബ്രറി സംഘടിപ്പിക്കുന്ന 2ാമത് കണ്ണൂർ സാഹിത്യോത്സവത്തിന് തുടക്കമായി. 3 ദിവസം നീളുന്ന സാഹിത്യോത്സവം എഴുത്തുകാരനായ സക്കറിയ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. സംസ്കാരം, സ്ത്രീ, പരിസ്ഥിതി എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ വിവിധ വിഷയങ്ങളിൽ നടക്കുന്ന സംവാദങ്ങളെ സമ്പന്നമാക്കും. രാവിലെ മലയാളിയുടെ സഞ്ചാരികൾ എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ എഴുത്തുകാരൻ സക്കറിയ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം പുതിയകാല രാഷ്ട്രീയ സമസ്യകൾ എന്ന വിഷയത്തിൽ കവി PN ഗോപികൃഷ്ണൻ സംസാരിക്കും. നാളെ രാവിലെ നടക്കുന്ന സംവാദത്തിൽ M മുകുന്ദൻ, EP രാജഗോപാലൻ എന്നിവർ പങ്കെടുക്കും. 3 ദിവസവും വൈകുന്നേരം വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്നതാണ് കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ ലക്ഷ്യമെന്ന്, അതാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന ദേവികുളം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിസ്മസ് പരീക്ഷാ ചോദ്യചോർച്ചയുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്ന കോഴിക്കോട് കൊടുവള്ളിയിലെ സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തുന്നു. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ശേഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമല ദർശനം നടത്തിയത് ഇന്നലെ. 96,000-ലധികം തീർത്ഥാടകരാണ് ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയത്. ദർശനത്തിനായി മരക്കൂട്ടം മുതൽ ഫ്ളൈ ഓവർ വരെ 7 മണിക്കൂറാണ് കാത്തുനിന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. സന്നിധാനത്ത് മണ്ഡലപൂജാ ദിനം അടുത്തുവരുന്നതോടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 4 ദിവസമായി വലിയ ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. 96,007 തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്ന് 11 വരെ 47,588 തീർത്ഥാടകർ ദർശനം നടത്തി. ഈ മാസം 26-നാണ് മണ്ഡലപൂജ. തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നതിനാൽ പോലീസും മറ്റു വകുപ്പുകളും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. കുമളിയിൽ 2013 6 വയസ്സുകാരൻ ഷെഫീഖിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ഷെഫീഖിന്റെ പിതാവ് ഷെരീഫ്, രണ്ടാനമ്മ അനീഷ എന്നിവരാണ് കേസിലെ പ്രതികൾ. തൊടുപുഴ 1-ാം അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി. കുട്ടിയെ പട്ടിണിക്കിട്ടും ക്രൂരമായി മർദ്ദിച്ചും കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് ഇവർക്കെതിരെയുള്ള കേസ്. 11 വർഷം മുൻപാണ് സംഭവം നടന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം. ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നയി ചേതന 3.0 ദേശീയതല ജെൻഡർ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ജെൻഡർ പ്രതിജ്ഞയെടുത്തു. രാജ്യത്തുടനീളം ജെൻഡർ അവബോധം ശക്തമാക്കുകയാണ് നവംബർ 25 മുതൽ ഡിസംബർ 23 വരെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവത്തിന് മുന്നോടിയായി ബേപ്പൂർ ബീച്ചിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും. ഫുട്ബോൾ താരം CK വിനീത് മത്സരം ഉദ്ഘാടനം ചെയ്യും. 8 വീതം പുരുഷ വനിതാ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. നാളെ കോഴിക്കോട് നഗരത്തിൽ സ്കേറ്റിംഗും മറ്റന്നാൾ മിനി മാരത്തണും ഉണ്ടായിരിക്കും. ഈ മാസം 27 മുതൽ 29 വരെയാണ് ജലോത്സവം. പുതുവർഷത്തെ പുതിയ പ്രതീക്ഷകൾ പങ്കുവച്ചും വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കകൾ കേട്ടും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിലിന്റെ നേതൃത്വത്തിലുള്ള മേയർ ഇൻ ക്യാമ്പസ് പരിപാടിക്ക് തുടക്കമായി. കോർപ്പറേഷൻ ജനുവരി 11-12 തീയതികളിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഗ്ലോബൽ ജോബ് ഫെയറിന്റെ പ്രചാരണാർത്ഥമാണ് ക്യാമ്പസുകളിൽ പര്യടനം ആരംഭിച്ചത്. വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ പഠനത്തോടൊപ്പം ജോലി എന്ന ആശയം ഗ്ലോബൽ ജോബ് ഫെയറിലൂടെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമെന്ന് മേയർ വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് രാജസ്ഥാനിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ നിന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പങ്കെടുക്കും. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന സർക്കാർ നയത്തിന്റെ ഫലമാണ് കരുതലും കൈത്താങ്ങും അദാലത്തെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്ന കോഴിക്കോട് കൊടുവള്ളിയിലെ സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും.